വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണെന്ന് പറയാൻ പോകുന്നത് നിസ്കാരത്തെക്കുറിച്ചാണ്. നമുക്കിടയിലൊക്കെ പലർക്കും ഇടയിലുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഒരാൾക്ക് നിസ്കരിക്കാൻ തോന്നുകയും ജീവിതത്തിന്റെ വലിയ ഒരു ഭാഗം നിസ്കരിക്കാതെ, മനഃപൂർവ്വം തന്നെ നിസ്കരിക്കാതെ അയാളുടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് വർഷങ്ങളാണ്. നിസ്കാരത്തെക്കുറിച്ച് ആലോചിക്കാതെ മനഃപൂർവ്വം തന്നെ നിസ്കാരം ഒഴിവാക്കിയ ഒരുപാട് ചെറുപ്പക്കാരും ഒരുപാട് ആളുകളുമുണ്ട്. അവർക്ക് ഒരു ദിവസം അല്ലെങ്കിൽ പെട്ടെന്ന് അള്ളാഹുവിലേക്ക് അടുക്കാനും നിസ്കരിക്കാനും ഒക്കെ ആഗ്രഹം വരികയാണ്. അങ്ങനെ ആഗ്രഹം വരുന്ന ആളുകൾക്ക് മുമ്പിലുള്ള ഒരു വലിയ ചോദ്യമായിരിക്കും, എൻ്റെ കഴിഞ്ഞുപോയ നിസ്കാരങ്ങളെ ഞാൻ എന്ത് ചെയ്യും, അതെന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് വിവരമില്ലാത്ത ചില ആളുകൾ അവരെ ഉപദേശിക്കും. എന്താണ് ഉപദേശിക്കുന്നത്? നീ കഴിഞ്ഞുപോയ നിസ്കാരങ്ങളൊക്കെ ഖളാ വീട്ടാതെ നിനക്കൊരിക്കലും ഇപ്പോൾ നിസ്കരിച്ചാൽ അല്ലാഹു സ്വീകരിക്കുകയില്ല എന്നുള്ള ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട്. ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒരുപാട് വർഷങ്ങളുടെ നിസ്കാരം ഖളാ വീട്ടാനുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരാൾ ഒരിക്കലും അവന്റെ മനസ്സ് നിലവിലുള്ള നിസ്കാരം പോലും നിർവഹിക്കാൻ പാകത്തിൽ അവൻ അറിയാം, ഇനി എന്തായാലും എനിക്കതൊന്നും ഖളാ വീട്ടാൻ എന്നെ കൊണ്ട് കഴിയില്ല, അതുകൊണ്ട് ഈ ഒരു നിസ്കാരം കൂടെ എനിക്കിനി നിർവഹിക്കാൻ കഴിയില്ല എന്ന ഒരു അവസ്ഥയിലായിരിക്കും എത്തുക. എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ മസ്അല എന്താണ് എന്ന് അറിവുള്ളവരോട് ചോദിക്കുമ്പോഴാണ് അവർക്ക് ആശ്വാസം ലഭിക്കുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധമായ ഇസ്ലാം എന്ന് പറയുന്നത് ഇന്ന ദീന യുസ്റുൻ, ദീൻ എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ മതം എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള മതമാണ്. ആരെയും പ്രയാസപ്പെടുത്തുന്നതോ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇസ്ലാമിൽ ഇല്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാര്യവും അങ്ങനെ തന്നെയാണല്ലോ. യസ്സിറു വലാ തുഅസ്സിറു, ബഷിറു വലാ തുനഫിറു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. നമുക്കത് ഹദീസുകളിൽ കാണാൻ കഴിയും. എന്താണ് അതിന്റെ അർത്ഥം? യസ്സിറു, നിങ്ങൾ ആളുകൾക്ക് എളുപ്പം പറഞ്ഞു കൊടുക്കൂ എന്നുള്ളതാണ്, എളുപ്പമാക്കി കൊടുക്കൂ എന്നുള്ളതാണ്. വലാ തുഅസ്സിറു, നിങ്ങൾ അവരെ കുടുക്കി കളയരുത്, നിങ്ങൾ അവരെ പ്രയാസപ്പെടുത്തരുത് എന്നുള്ളതാണ്. ബഷിറു, നിങ്ങൾ അവർക്ക് സന്തോഷം അറിയിച്ചു, അതാ പോസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻ അവർക്ക് കൈമാറും. പോസിറ്റീവായ ടോക്കുകളിൽ നിന്ന് മാത്രം നിങ്ങൾ അവരോട് സംസാരിക്കുക. ബഷിറു വലാ തുനഫിറു, നിങ്ങൾ അവരെ വിരട്ടരുത്. ചിലരുടെ പ്രസംഗങ്ങളൊക്കെ ഉണ്ട്, ചില വയലുകളൊക്കെ ഉണ്ട്. എന്താണ്? ജനങ്ങളെ വിരട്ടി ഓടിച്ച്, അഥവാ ഇസ്ലാമിനോട് തന്നെ ഒരു വെറുപ്പ് തോന്നുന്ന രൂപത്തിലുള്ള സംസാരം. അതൊരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാര ശൈലിയല്ല. നബി തങ്ങളുടെ സംസാരം എപ്പോഴും ആളുകളെ, അടുത്തു വരുന്ന ആളുകൾക്ക് സന്തോഷം അറിയിക്കുന്ന വാർത്തകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും സംസാരിക്കാറുണ്ടായിരുന്നത്. എപ്പോഴും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ലൗ തഅലമൂന മാ അലം, ഞാൻ അറിയുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നിരുന്നെങ്കിൽ നിങ്ങൾ ധാരാളമായിട്ട് കരയുമായിരുന്നു. നിങ്ങൾക്ക് പിന്നെ കരയാൻ മാത്രമേ നേരമുണ്ടാവൂ. ഞാൻ അത് നിങ്ങൾക്ക് അറിയിച്ചു തരാത്തത്, നിങ്ങൾ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ ഞാൻ ഏറ്റെടുത്തുകൊള്ളാം എന്ന് തങ്ങൾ പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ ജനങ്ങളോട് എന്താണ്, എപ്പോഴും സന്തോഷത്തിന്റെ വർത്തമാനങ്ങളാണ് പറയേണ്ടത്. അതുകൊണ്ട് എല്ലാം എളുപ്പമാക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഇതുപോലെയുള്ള സംസാരം ഒരിക്കലും സംസാരിക്കരുത്. കാരണം അങ്ങനെയുള്ള ആളുകൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ നിലവിലുള്ള നിസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കുകയും അതേ സമയത്ത് സുന്നത്ത് നിസ്കാരങ്ങൾക്ക് പകരം ഫർള് നിസ്കാരങ്ങൾ ഖളാ വീട്ടാനുള്ള സമയം ലഭിക്കുകയും സമയം ഉപയോഗപ്പെടുത്തുകയുമാണ് ചെയ്യേണ്ടത്. അഥവാ സുന്നത്തായ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ആ സ്ഥാനത്ത് ഫർളായ നിസ്കാരങ്ങൾ പരമാവധി ഖളാ വീട്ടുക. അത് എത്രയാണെന്ന് അറിയില്ലെങ്കിൽ നമുക്കൊരു കണക്ക് വെച്ച് ക്ലിപ്തപ്പെടുത്തി കൃത്യമാക്കി അത് ഖളാ വീട്ടാൻ വേണ്ടി ശ്രമിക്കുക. അതോടൊപ്പം തന്നെ പരിശുദ്ധമായ നമ്മുടെ സിട്ടാവിനോട്, ഈ ലോകത്തെ ഏറ്റവും കാരുണ്യമുള്ള, ഏറ്റവും പൊറുക്കുന്നവനായ, ഗഫൂറായ, റഹീമായ അള്ളാഹുവിനോട് തൗബ ചെയ്യുക, പശ്ചാത്തപിക്കുക. എനിക്ക് മാപ്പ് തരണം, എനിക്ക് പൊരുത്തപ്പെട്ടു തരണം റബ്ബെ എന്ന് പറയാ. എന്റെ അജ്ഞാതമായ കാലത്ത് ഞാൻ ചെയ്തു പോയ എന്റെ ഒരു അബദ്ധമാണ് റബ്ബെ എന്ന് പറഞ്ഞ് മനസ്സറിഞ്ഞുകൊണ്ട് തൗബ ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ഏറെ മാപ്പ് നൽകുന്നവനാണ്. നമ്മൾ അവനിലേക്ക് നടന്നെടുത്താൽ അള്ളാഹു നമ്മളിലേക്ക് ഓടിയെടുക്കും എന്ന ഹദീസിന്റെ ആശയം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ അള്ളാഹു അതിനേക്കാളും കൂടുതൽ, അതിന്റെ ഇരട്ടി നമ്മളിലേക്ക് എടുക്കും എന്നുള്ളതാണ്. ഒരിക്കലും അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ധാരണകളിൽ തെറ്റിദ്ധാരണകൾ വരാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു മെസ്സേജിൽ, ഈ ഒരു സന്ദേശത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. പലരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് ദീൻ എന്ന് പറഞ്ഞാൽ ഇന്ന ദീന യുസ്റുൻ, ദീൻ എന്ന് പറഞ്ഞാൽ എളുപ്പമാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളുടെ സഹോദരന്മാരിലേക്ക്, കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് അവരെ കൂടെ അറിയിച്ചു കൊടുക്കുക. അള്ളാഹു എല്ലാവരെയും നന്നാക്കട്ടെ, നമ്മളെല്ലാവരെയും നന്നാക്കട്ടെ. അസ്സലാമു അലൈക്കും.